ബജാജിൻ്റെ വണ്ടികൾക്ക് കൂടപ്പുറപ്പായിട്ട് തന്നെ വരുന്നൊരു കാര്യമാണ് കിറ്റ് അല്ലെങ്കിൽ ഫെയറിംഗ് വൈബ്രേഷൻ. ഇത് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ KTM-നും യമഹയ്ക്കും മറ്റ് വണ്ടികൾക്കൊക്കെ വൈബ്രേഷൻ ഇല്ലെന്ന് തന്നെ പറയാൻ പറ്റും. നമ്മുടെ വണ്ടി ഇനി അത് എത്ര വെൽ മെയിൻറ്റൈൻഡും സ്മൂത്തും ആണെങ്കിലും ഈ ഒറ്റൊരു വൈബ്രേഷൻ കാരണം നമ്മുടെ എൻ്റെ ആ ഒരു ഓട്ടിക്കുന്ന ഫീലിനെ തന്നെ നശിപ്പിക്കും. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ചെയ്യാൻ കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മളിപ്പോൾ ഷോറൂമിലോ അല്ലെങ്കിൽ പുറത്തെ ഷോപ്പിലേക്ക് കൊടുത്താലും അവരും ഈ കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. ഒന്നില്ലെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പ്, ഞാനിപ്പോൾ ഡബിൾ സൈഡ് ടേപ്പ് എന്നല്ല യൂസ് ചെയ്യുന്നത്, ജസ്റ്റ് സൈക്കിൾ ട്യൂബാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെ ഈ വൈബ്രേഷൻ കാര്യമൊക്കെ റിസോൾവ് ചെയ്യാനാണ് നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, പിന്നെ ആ ബെല്ലൈക്കനോടൊന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഈ വൈബ്രേഷൻസ് റിസോൾവ് ചെയ്യാന്നുള്ള കാര്യം എളുപ്പമാണ്. പക്ഷേ ഇതിൽ പാടുള്ള ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ എവിടെ നിന്നാണ് വൈബ്രേഷൻ എന്ന് കറക്റ്റ് കണ്ടുപിടിക്കുക എന്നതാണ്. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പരിപാടിയാണ്. കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ പക്ഷേ ഇത്രയൊക്കെ റിസോൾവ് ചെയ്ത് വെച്ചാലും അത് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വരും. പിന്നെ വീണ്ടും ഇതിനകത്തെ ഒരു പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇതിലെ വൈബ്രേഷൻസ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആകാൻ പറ്റൂ. ചില സമയത്ത് ഇത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആകും, ചിലപ്പോൾ ചെറിയ രീതിക്കുള്ള വൈബ്രേഷൻസ് അപ്പോഴും പെർസിസ്റ്റ് ചെയ്യും. അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റണമെന്നില്ല, അതൊക്കെ ചിലപ്പോൾ സെറ്റാവും ചിലപ്പോൾ സെറ്റാവില്ല. ആ ഒരു പരിപാടിയാണ്. എൻ്റെ വണ്ടിയുടെ കേസ് എടുക്കണമെങ്കിൽ തന്നെ ഞാൻ വൈബ്രേഷൻസൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി സെറ്റാക്കി വെച്ചേക്കായിരുന്നു. ഇപ്പോൾ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി വണ്ടിയൊക്കെ ഒന്ന് അഴിച്ചിട്ട് റീസെറ്റ് ചെയ്തപ്പോഴാണ് ഇത് വീണ്ടും വന്നത്. അതിനുശേഷം വൈബ്രേഷൻ എവിടെ നിന്ന് കണ്ടുപിടിക്കാൻ കുറേ നേരം ടൈം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ ഇത്ര നാൾ ചെയ്യാതിരുന്നത്. ഇത് ചെയ്യണമെങ്കിൽ കുറേ നേരം നമ്മൾ അതൊന്നും പറഞ്ഞതിന് ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ വൈബ്രേഷൻസ് എവിടെ നിന്നും കണ്ടുപിടിച്ചിട്ട് റിസോൾവ് ചെയ്യാൻ പറ്റൂ. ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ വണ്ടി ജസ്റ്റ് ഒന്ന് ന്യൂട്രലിട്ടിട്ട് ഒന്ന് ത്രോട്ടിൽ നോക്കും. അപ്പോഴത്തേക്ക് വൈബ്രേഷൻ ഉള്ള പാർട്ട് നല്ല രീതിക്ക് വൈബ്രേറ്റ് ആവും. നമ്മൾ ഓടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് കറക്റ്റ് വൈബ്രേഷൻ എവിടെ നിന്ന് അറിയത്തില്ല. പക്ഷേ നമ്മൾ നിർത്തി വെച്ചിട്ട് ഞാൻ കാറ്റിലേക്ക് എടുക്കുമ്പോൾ വൈബ്രേഷൻ എവിടെ നിന്നാണ് വരുന്നത് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. മോസ്റ്റ് ഓഫ് ദ ടൈം വൈബ്രേഷൻ വരുന്നത് ഈ അഡീഷണലായിട്ട് വൈസറൊക്കെ വെച്ചാൽ അവിടെ നിന്നോ അല്ലെങ്കിൽ ഈ രണ്ട് പീസിൻ്റെ അവിടെ നിന്നോ അല്ലെങ്കിൽ ഇവിടെ നിന്നൊക്കെ ആയിരിക്കും. അത് ഓരോ വണ്ടീനനുസരിച്ചും വേരി ആവും. ഞാൻ ഇപ്പോൾ ഇവിടത്തിൻ്റെ ഇടയിലൊക്കെ സൈക്കിൾ ട്യൂബ് വെച്ചിട്ടുണ്ട് ഇപ്പോൾ, പിന്നെ ഇതിന് ഈ ഒരു പീസിൻ്റെ ഇടയിലും വെച്ചിട്ടുണ്ട്, അത് കണക്ക് അപ്പുറത്തും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് വൈബ്രേഷൻ വന്നുകൊണ്ടിരുന്നത് ഈ ഒരു നമ്പർ പ്ലേറ്റിൻ്റെ പോർഷനെന്നും പിന്നെ ഈ വൈസറിൻ്റെ പോർഷനെന്നുമാണ്. അപ്പോൾ ഞാൻ ഈ വൈസർ ചെയ്തതെന്ന് വെച്ചാൽ ഈ വൈസർ ഇതേപോലെ ഇങ്ങനെ അഴിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ഇടയിൽ സൈക്കിൾ ട്യൂബൊക്കെ വെച്ച് സ്റ്റിക്ക് ചെയ്തിട്ട് തിരിച്ച് വെച്ച് സെറ്റ് ചെയ്യാനുണ്ടായത്. പിന്നെ അഡീഷണലായിട്ട് ഈ ഒരു പീസ് വന്ന് ജോയിൻ ചെയ്യുന്ന രണ്ട് സ്പോട്ടിലും ഞാൻ ഇതേപോലെ സൈക്കിൾ ട്യൂബ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സൈക്കിൾ ട്യൂബല്ല ഡബിൾ സൈഡ് ടേപ്പ് ആയാലും യൂസ് ചെയ്യാം. പിന്നെ സൈക്കിൾ ട്യൂബാണ് എനിക്ക് കുറച്ചുകൂടെ നാൾ ലാസ്റ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയത്. പക്ഷേ അത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആ സ്പോട്ടിൽ ഇരിക്കുന്ന രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്താൽ മാത്രം മതി. പക്ഷേ ഡബിൾ സൈഡ് ടേപ്പാണെങ്കിൽ അതിലൊരു ഗമ്മുള്ളതുകൊണ്ട് ആ സ്പോട്ടിൽ നിന്ന് ഒരു കാരണവശാലും അനങ്ങൂല. ഞാൻ ഇപ്പോൾ ഈ വൈസർ ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം സൈക്കിൾ ട്യൂബ് സെറ്റ് ചെയ്തിട്ട് അത് അവിടെ നിന്ന് മൂവ്മെൻറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി അതിൻ്റെ പുറത്ത് ഇൻസുലേഷൻ ടേപ്പ് ചുറ്റി വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ എന്തായാലും എൻ്റെ വൈബ്രേഷൻസൊക്കെ ആൾമോസ്റ്റ് എല്ലാം റിസോൾവ് ആയിട്ടുണ്ട്. പിന്നെ താഴെ എവിടെ നിന്നോ ഉണ്ട്, അത് ഞാൻ കുറേ നോക്കിയിട്ടും കിട്ടിയില്ല. പിന്നെ നോക്കണം. ചില സമയത്ത് നമ്മളിത് എത്ര കണ്ടുപിടിക്കാൻ നോക്കിയാലും കറക്റ്റ് ആ സ്ഥലം നമുക്ക് കിട്ടണമെന്നില്ല. ആൾമോസ്റ്റ് എനിക്ക് കാണാൻ പറ്റിയ സ്ഥലത്തെ വൈബ്രേഷൻസൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്. പിന്നെ ചിലപ്പോൾ ഈ ഒരു സൈഡ് പോർഷനിലെ സ്ക്രൂസോ വല്ലോ ലൂസോ ടൈറ്റ് മിസ്സിങ്ങോ വല്ലോ ആണെങ്കിലും ഇവിടെ നിന്നും വൈബ്രേഷൻ വരും. പിന്നെ എൻ്റെ ബാക്കിലെ ടെയിൽ പീസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എനിക്ക് അവിടെ നിന്ന് വൈബ്രേഷൻ കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ഈ ഒരു കാരിയർ സെറ്റ് ചെയ്ത സമയത്ത് എനിക്കറിയാം എനിക്ക് വൈബ്രേഷൻ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അത് ഞാൻ കുറച്ച് വാഷേഴ്സൊക്കെ ഇതിൻ്റെ ഇടയിൽ ഇട്ടിട്ട് സെറ്റ് ചെയ്തപ്പോഴേക്ക് അതും മാറിയിട്ടുണ്ട്. പിന്നെ അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് പറയാൻ പറ്റിയ വൈബ്രേഷൻസ് ഒന്നുമില്ല. പിന്നെ ഈ NS എനിക്ക് തോന്നുന്നു ഇതിനെ വെച്ച് കമ്പയർ വൈബ്രേഷൻ കുറവാണെന്ന്. പക്ഷേ AS-ലും RS-ലും നല്ല രീതിക്ക് ഫെയറിംഗ് വൈബ്രേഷൻ ഉണ്ട്. അത് നല്ല രീതിക്ക് വണ്ടി ഓടിക്കാൻ പറ്റൊരു ഇറിറ്റേറ്റിംഗ് ആണ്. നമ്മൾ വണ്ടി എത്ര നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്നാൽ ഈ ഒരു വൈബ്രേഷൻ കേൾക്കുമ്പോഴത്തേക്ക് നല്ല രീതിക്ക് ഇറിറ്റേഷനാണ്. പിന്നെ ഇത് ശരിയാക്കണമെങ്കിൽ കുറേ നേരം ഇതെന്ന് പറഞ്ഞ് ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാളത് റിസോൾവ് ചെയ്യാതെ വിട്ടിരുന്നത്. പിന്നെ വൈബ്രേഷൻ വരുന്നത് ഈ ഒരു പീസിനൊക്കെ വരും. പിന്നെ ഈ മീറ്റർ ഷെല്ലിൻ്റെ അവിടെ നിന്ന് വരും. ഇപ്പം ഞാൻ മീറ്റർ ഷെല്ലിൻ്റെ എല്ലാ സൈഡിലും സൈക്കിൾ ട്യൂബ് കട്ട് ചെയ്ത് കറച്ച് കയറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ വണ്ടിയുടെ വൈബ്രേഷൻ റിസോൾവ് ചെയ്യുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്തൊക്കെ ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വരും. നമ്മൾ ഈ ഒരു പ്രോസസ്സ് വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടി തന്നെ വരും. അപ്പോൾ വൈബ്രേഷൻസൊക്കെ ഉള്ള ഫ്രണ്ട്സ് ആണെങ്കിൽ അവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. പുതിയ വീഡിയോ കാണുന്നവരെ ബൈ ബൈ.